शुक्रिया 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 शुक्रिया. Teaching is not a profession, it's a passion. And today we are celebrating that passion. Good morning everyone. My name is Arunima. Today we are celebrating Teachers Day. First of all, happy Teachers Day to all our dear teachers. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. From the Holy Bible by Saran. Prepare from your own and be God with your friends. Thank you not just teaching subject but of teaching life lessons. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അധ്യാപക ദിനം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ നേരുന്നു. 1961 മുതൽ എല്ലാ വർഷവും സെപ്റ്റംബർ 5 രാജ്യത്ത് അധ്യാപക ദിനമായി ആചരിക്കുന്നു. അറിവിൻ്റെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുന്ന അധ്യാപകരെ സ്മരിക്കാൻ ഒരു ദിനം. നമ്മുടെ ജീവിതത്തിൽ അധ്യാപകർക്കുള്ള പങ്ക് വളരെ വലുതാണ്. പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രമല്ല, കുട്ടികൾക്ക് ശരിയായ ഒരു ജീവിതം വളർത്തിയെടുക്കാൻ കൂടി നമ്മുടെ അധ്യാപകർക്ക് കഴിയാറുണ്ട്. വിദ്യാർത്ഥികളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ പലപ്പോഴും കണ്ടെത്തുന്നത് അധ്യാപകരാണ്. ഓരോ വിദ്യാർത്ഥിക്കും അധ്യാപകർ നൽകുന്ന സ്വാധീനം വളരെ വലുതാണ്. രാഷ്ട്ര നിർമ്മാണത്തിൽ അധ്യാപകർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സാമൂഹിക ചിന്തയും കരുതലും ഉള്ളവർക്ക് നല്ല അധ്യാപകരാകാൻ കഴിയൂ. എന്നും അധ്യാപകർക്ക് അഭിമാനിക്കാവുന്ന കുട്ടികളായി നമുക്ക് വളരാൻ നന്ദി. ഹാപ്പി ടീച്ചേഴ്സ് ഡേ, ഹാപ്പി ടീച്ചേഴ്സ് ഡേ, ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടു ഓൾ മൈ ടീച്ചേഴ്സ്. You are my best friend, you are my role model, you are my light of life, you are a gift from God. You are my best friend, you are my role model, you are my light of life, you are a gift from God. I thank you teachers for everything that you do. I love you teachers for everything that you give. I praise you teachers for guiding me to success. I wish you teachers, I wish you happiness on this Teachers Day. Happy Teachers Day, happy Teachers Day, happy Teachers Day to all my teachers. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ പണ്ഡിതനായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥി സമൂഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു മഹാനായ അധ്യാപകനായിരുന്നു അദ്ദേഹം. എല്ലാ അധ്യാപകരെയും അംഗീകരിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ജന്മദിനം അധ്യാപക ദിനമായി പ്രഖ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ ഷുഡ് ബി ദ ബെസ്റ്റ് മൈൻഡ് ഇൻ ദ നേഷൻ. അതുപോലെ ഒരു രാജ്യത്തിന്റെ ഭാവി അധ്യാപകരുടെ കൈകളിലാണെന്ന് നാം വിശ്വസിക്കുന്നു. ഈ അധ്യാപക ദിനത്തിൽ നമുക്ക് നമ്മുടെ അധ്യാപകർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം തൻ്റെ ചുറ്റുപാടിനെയും മനസ്സിലാക്കുന്ന, വിദ്യാഭ്യാസത്തെ മാനിക്കുന്ന, എല്ലാത്തിനുമുപരി നല്ല മനസ്സുള്ള മനുഷ്യരാകുക എന്നതാണ്. എന്നും എപ്പോഴും എനിക്ക് പിന്തുണയും പ്രചോദനവും നൽകുന്ന എൻ്റെ എല്ലാ അധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. Guna man,
അതിർത്തിയായിരുന്നു. എവിടെയായിരുന്നു ബസ് ചെന്ന് നടത്തിയത്? കേരളത്തിന്റെ തെക്കേ അതിർത്തിയായ പാറശാലയിൽ കടന്ന് തിരുവനന്തപുരത്ത് നിന്ന് 90 കിലോമീറ്റർ യാത്ര ചെയ്ത് നാഗർകോവിൽ വഴി കന്യാകുമാരിയിൽ എത്തി. എവിടെയാണ് എത്തിയത്? കേരളത്തിന്റെ തെക്കേ അതിർത്തി ഏത്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠത്തിന്റെ പേരാണ് കന്യാകുമാരി. ആദ്യത്തെ കന്യാകുമാരിയിൽ പോയിട്ടുണ്ട്. എല്ലാവരും കൂടി ശ്രദ്ധിച്ച് പാഠം 6 കന്യാകുമാരി. അങ്ങനെ കേരളത്തിന്റെ തെക്കേ അതിർത്തിയായ പാറശാലയിൽ കടന്ന് തിരുവനന്തപുരത്തു നിന്ന് 90 കിലോമീറ്റർ യാത്ര ചെയ്ത് നാഗർകോവിൽ വഴി കന്യാകുമാരിയിലെത്തി. ഞങ്ങളുടെ ബസ് ചെന്ന് നിന്നത് ഗാന്ധി അപ്പൂപ്പന്റെ ഓർമ്മയ്ക്കായി പണിതിട്ടുള്ള ഗാന്ധി മണ്ഡപത്തിനു മുന്നിലായിരുന്നു. കേരളത്തിന്റെ തെക്ക് അതിർത്തി ഏത്? ഗാന്ധി അപ്പൂപ്പന്റെ ഓർമ്മയ്ക്കായി പണിതിട്ടുള്ള സ്മാരകത്തിന്റെ പേര്? ഇവിടെ ശ്രദ്ധിക്കൂ. അവിടെ വച്ചാണ് സത്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന മഹാത്മാഗാന്ധിയുടെ കുട്ടിക്കാലത്തെ ഒരു കഥ പറയുന്നത്. സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന ആത്മകഥയിൽ ഗാന്ധിജി പറയപ്പെട്ട സംഭവമാണിത്. ഗുജറാത്തിലെ ബന്ദറിലാണല്ലോ ഗാന്ധിജി ജനിച്ചത്. അവിടെ നിന്ന് രാജ്കോട്ടിലേക്ക് താമസം മാറിയപ്പോൾ അവിടത്തെ സ്കൂളിൽ ചേർന്നു. സത്യം പറയുന്നതാണ് ഗാന്ധിജിയുടെ ആത്മകഥ. നമസ്തേ. Evening is coming. The sun seems to rest. Who takes rest? Sun. The rooks are flying straight home to their nest. The rook says, "Ka." As he flies overhead, it's time. Little people were going to bed. മലയാളം പഠിപ്പിച്ച പാഠം. പ്രാർത്ഥന കഴിഞ്ഞ് ഹെവൻലിയും ബാസിയും ബെഡ്റൂമിലെത്തി. അവിടെ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു ചർച്ചിലും അനിയത്തി ഫിലോയും. അവർ ഓരോരോ സംശയങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്നു. പപ്പായും മമ്മിയും വരുന്നത് കണ്ട് ചർച്ചിൽ നിശബ്ദനായി. ഫിലോ കണ്ണു തിരുമ്മി. ആഹാ, ഫിലോ ഉറങ്ങിയില്ലേ? ഇന്ന് എന്ത് പറ്റി? കിടക്കവിരി നേരെയാക്കുന്നതിനിടെ ബാസി തിരക്കി. പപ്പ